ഇപ്പൊ തലീക്കെട്ട് കെട്ടിയിട്ടാ തട്ടം. മുമ്പെല്ലാം കുത്തുബോധം ഉസ്താദാണ് തലീക്കെട്ട് കെട്ടിയിട്ട് തട്ടവിടൽ. ഇപ്പൊ തലക്കെന്താ വണ്ണം, എല്ലെങ്കിൽ തന്നെ ചൂട് കൂടിയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഈ തലീക്കെട്ടും കെട്ടിയിട്ട് തട്ടുവിട്ട ഇവളെല്ലാം അവസ്ഥ എന്താ? നിങ്ങൾ ഈ ആണുങ്ങന്മാർക്കൊന്നും തിരിയുന്നില്ല കേട്ടോ, ഒരു ചിരിക്കുന്നു. ഇങ്ങനെയൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾ നിങ്ങൾ കണ്ടിട്ടില്ല. വലിയൊരു തലീക്കെട്ട് എന്നിട്ട് അതിന് തട്ടം. ഇത്ര ചെറിയൊരു മാങ്ങൻ്റെ അത്രയും മുഖം ഉണ്ടാവും. ഈ വലിയ തലീക്കെട്ട് എന്തെന്നാ ഇവളെ കഥ? ഇവക്ക് കണ്ണാടി നോക്കിക്കൂടെ? ഒന്ന് എല്ലാ കുട്ടിയും നിനക്കൊന്ന് കണ്ണാടി നോക്കിക്കൂടെ? എല്ലാ മൊബൈൽ ഫോണിൽ സെൽഫി എടുത്തിട്ട് നീ ഒന്ന് നോക്കിയിട്ട് എന്തെന്നായത്? ചെറിയ ഇത്രയുള്ള മുഖം, വലിയ തലീക്കെട്ട്. എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ പിള്ളേർ ഇത് കെട്ടാത്തോണ്ടായിരിക്കും നിങ്ങൾ പലരും എന്നെ തുറച്ച് നോക്കി എന്തെന്നാ ഇയാൾ പറയുന്നത്. എല്ലാവരും മക്കരിട്ടിട്ട് അതെല്ലാം നടക്കല് അങ്ങനത്തെ എല്ലാം. അപ്പം എനിക്ക് സങ്കടമുണ്ട്. ഒരു സൗന്ദര്യം നന്നാക്കാനല്ലേ ഇസ്ത്രീ കഷ്ടപ്പെടുന്നു. ആകെ നമ്മളെ റാഹത്താക്കാനല്ലേ ഇത്. എന്നിട്ടോ തൊട്ടേനും എടുത്തേനും വെച്ചേനും ചീത്ത നിൽക്കെന്താ പണിയെന്ന് ചോദിച്ചു. ഓക്കെ, ഇപ്പണി ഞാൻ എത്ര മണിക്കൂർ വേണം? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പം നമ്മളെന്താ പറഞ്ഞത്? രോഗം, വിട്ടുവീഴ്ച, മാപ്പ് കൊടുക്കുക, എല്ലാവരോടും സ്നേഹം കാണിക്കുക, അലിവ് കാണിക്കുക, കൃപ കാണിക്കുക. കുറച്ച് കാലേ ജീവിക്കുള്ളൂ. അള്ളാഹ് കുറച്ച് കാലേ ജീവിക്കൂ, കുറച്ച് കാലേ ഉള്ളൂ. ഒറ്റ തവണ ഇവിടെ ജീവിതമുള്ളൂ. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും ഇഷ്ടം, എല്ലാവരോടും പിരിശം, എല്ലാവരോടും. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് മക്കൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടും. എല്ലാവരും എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്നേഹിക്കുക. അള്ളാഹു ഖൈറ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനസ്സിന് സ്വസ്ഥത, മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ ഏത് രോഗാവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നിശ്ചയം അതിലേറ്റവും പ്രധാനമാണ് അലാ ബിദിക്രില്ല. മനസ്സിന് സ്വസ്ഥത കിട്ടാത്തവർ, മനസ്സിനെപ്പോഴും സ്വസ്ഥത കിട്ടാത്തവർ, എപ്പോഴും വേവലാതിയുള്ളവർ, എപ്പോഴും ബേജാറ് പറയുന്നവർ, എപ്പോഴും അങ്കലാപ്പ് പ്രകടിപ്പിക്കുന്നവർ തൻ്റെ വലത് കൈയിനെ ഇടത് നെഞ്ചോട് ചേർത്ത് വെക്കണം. വെറുതെ ഓതിയിട്ട് കാര്യമില്ല. വലത് കൈയിനെ ഇടത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഔദ് ചൊല്ലലാണ്, പിന്നീട് ചെയ്യേണ്ടത് ബിസ്മി ചൊല്ലലാണ്. അതിനുശേഷമോ അലാ ബിദിക്രില്ല, ഈ ആയത്ത് ഓതണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. 7, 11, 21 തവണയൊക്കെ നിങ്ങൾക്ക് ഓതാവുന്നതാണ്. ഈ ഒരു ആയത്ത് ഒരൊറ്റ തവണ ഓതുമ്പോഴേക്കും, ഒറ്റ തവണ ഈ ആയത്ത് ഓതുമ്പോഴേക്കും മനസ്സിലേക്കൊരു കുളിർമ വരും. അതുവരെ ഇല്ലാത്തൊരു കുളിർമ നിങ്ങളുടെ മനസ്സിന് വരും. പ്രിയപ്പെട്ടവരെ, മനഃശാന്തിക്ക് ഖുർആൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹിക്മത്താ പറഞ്ഞു തരുന്നത്. അതിൻ്റെ ഒരു ഹിക്മത്ത് പറഞ്ഞു തരാണ്. ഇത് ഹിക്മത്താണ്. അപ്പൊ നെഞ്ചോട്, ഇടത് നെഞ്ചോട് വലത് കൈ ചേർത്ത് വെച്ചുകൊണ്ട്, ഇടത് നെഞ്ചോട് വലത് കൈ ചേർത്ത് വെച്ചുകൊണ്ട് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് ഇത് പാരായണം ചെയ്യുക. ശേഷം വീണ്ടും ബിസ്മി ഓതണം. ശേഷം വീണ്ടും ബിസ്മി ഓതി സൂറത്തുൽ ഇൻശിറാഹ്, അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക الذي أنقض ظهرك ورفعنا لك ذكرك. മതി. ورفعنا لك ذكرك. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഈ വറഫഅനാ ലക ദിക്റക എന്ന് പറയുമ്പോഴേക്കും ഈ ആയത്ത് ഓതണം, പൂർണ്ണമായി ഓതണം. ഒരു തവണ ചെയ്യുമ്പോൾ ഇത് 4 തവണയാണ് ഓതേണ്ടത്. മനസ്സിന് സമാധാനമില്ലാത്തവർ, മനസ്സിന് എപ്പോഴും ബേജാറുള്ളവർ, എപ്പോഴും മനസ്സിന് പേടിയുള്ളവർ, എപ്പോഴും ബേജാറ് പറയുന്നവർ, ഇതുപ്രകാരം അലം നശ്റഹ് സൂറത്ത് 4 തവണ ഫർളായ നിസ്കാര ശേഷം രോഗം ശിഫയാവാൻ, മനസ്സിന് സ്വസ്ഥത കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഖുർആനിൽ ശിഫയുണ്ട് എന്നത് വിശ്വസിച്ചുകൊണ്ട്, ഖുർആനിലൂടെ മുഅ്മിനീങ്ങളുടെ രോഗം ശിഫയാകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിനെ ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് ചെയ്യുന്നു എന്ന് കരുതിക്കൊണ്ടൊരാൾ ചെയ്താൽ വളരെ വേഗത്തിൽ മനസ്സിന് സമാധാനം കിട്ടും. തീർന്നില്ല. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഈ മനോഹരമായ ദിക്റങ്ങാൻ ഞാൻ ഈ പറഞ്ഞ ക്രമത്തിൽ അഊദ് ചൊല്ലി, ബിസ്മി ചൊല്ലി, അലാ ബിദിക്രില്ലാ ചൊല്ലി, അലം നശ്റഹ് ഓതിയ ശേഷം, അലം നശ്റഹ് ഓതിയ ശേഷം അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ
മഅയ്യത്തിന്റെ ബോധമാണ്. മഅയ്യത്തിന്റെ ബോധം ഉണ്ടാക്കിയെടുക്കലാണ് മാനസിക രോഗത്തിന്റെ ചികിത്സ എന്ന മഹാന്മാർ. മഅയ്യത്തിന്റെ ബോധം, അതായത് അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം. ശരിക്കും മനസ്സിലായില്ലേ? അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം മനസ്സിന് പ്രയാസമുള്ളവരെ ബോധ്യപ്പെടുത്തലാണ് ചികിത്സ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഗാർ തൗറില് ഒരു പേടി പറഞ്ഞപ്പോ ഇന്നല്ലാഹ മഅനാ, മഅയ്യത്തിന്റെ ബോധം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ മഅയ്യത്തിന്റെ ബോധം ഉണ്ടാക്കലാണ് പേടിക്കുള്ള ചികിത്സ. അതുകൊണ്ടാണ് പേടിച്ച് കരയുന്ന കുട്ടികളുടെ ചെവിയിൽ ബാങ്ക് കേൾപ്പിക്കാൻ പഠിപ്പിക്കുന്നത്. രാത്രി എപ്പോഴും കരയുന്ന കുഞ്ഞുങ്ങളുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കേൾപ്പിക്കുന്നത് ഈ മഅയ്യത്തുണ്ടാക്കാനാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനിയും നീട്ടി പറയുന്നില്ല, സമയമായിപ്പോയി അല്ലേ? അപ്പോൾ ഷാഹുൽ ഹമീദ് ഉസ്താദ് പറഞ്ഞത്, ഞാൻ 4 കാര്യം പറഞ്ഞിരുന്നു, അത് വിശദമാക്കാൻ സമയമില്ല. ഒന്ന്, ഈ വയസ്സായ ആളുകൾ, 63 വയസ്സായാലും നമുക്കൊക്കെ അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ് പ്രദാനം ചെയ്യും. അള്ളാഹുവെ, ഞങ്ങളിലെ വയസ്സായ ആളുകൾക്ക് ആഫിയത്തും സലാമത്തും റാഹത്തും കൊടുക്കണേ അള്ളാഹ്. ഞങ്ങൾ ഉമ്മമാര്, ഉപ്പമാര്, ഉസ്താദുമാര്, ഞങ്ങളെ മശായിഖന്മാരിൽ പലരും വയസ്സായവരാണ്. അവർക്ക് നീ നല്ല ആഫിയത്തും നല്ല റാഹത്തും സലാമത്തും കൊടുക്കണേ തമ്പുരാനെ. അപ്പോൾ വയസ്സായാൽ, ഒരു 63 വയസ്സൊക്കെ ആയാൽ ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു ആനന്ദകരമായ അവസ്ഥയിലേക്കും സന്തോഷകരമായ അവസ്ഥയിലേക്കാണ് പോകേണ്ടത്. പക്ഷെ കാണുന്നത് പലർക്കും ബേജാറും വെപ്രാളും കൂടുതലാണ്, വിഷമം കൂടുതലായിട്ടാണ് കാണുന്നത്. അത് പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك. മനസ്സിലായോ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു. അതാണ് വിഷയം. അപ്പോൾ അത് കുറെ പറയാനുണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു, അതാണ് വിഷയം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും അത് പറയാം. അപ്പോൾ 63 വയസ്സ് കഴിഞ്ഞവർക്ക് ഖുർആൻ ഇഷ്ടംപോലെ ഓതാം. പക്ഷേ സൂറത്തുൻ നസ്ർ ധാരാളമായി പാരായണം ചെയ്യുക, തസ്ബീഹ് വർദ്ധിപ്പിക്കുക. നല്ല റാഹത്ത് കിട്ടും, നല്ല സമാധാനം കിട്ടും. തസ്ബീഹ് വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അത് വലിയൊരു ഹിക്മത്താണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് പിന്നെ പറയാം. പിന്നെയോ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരുപാട് ആളുകൾ യൗവനകാലത്ത് മരിച്ചുപോയി, ഒരുപാട് ആളുകൾ ബാല്യകാലത്ത് മരിച്ചുപോയി. 63 വയസ്സ് വരെ, അല്ലെങ്കിൽ 60 വയസ്സ് വരെ, അല്ലെങ്കിൽ 65 വയസ്സ് വരെ ജീവിക്കാൻ റബ്ബെനിക്ക് ആയുസ് നീട്ടിത്തന്നു. അൽഹംദുലില്ലാഹ്. ഇത് വീണ്ടും ആയുസ് കൂടാനുള്ള മരുന്നാണ്. അപ്പൊ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ ഇല്ലാണ്ടാക്കാൻ. ഒന്ന് ശ്രദ്ധിക്കണേ, പ്രസംഗം തീരുകയാണ്. വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ വരാതിരിക്കാൻ, വേവലാതികൾ വരാതിരിക്കാൻ, വിഷമതകൾ വരാതിരിക്കാൻ, ബലഹീനതകൾ വരാതിരിക്കാൻ, പരസഹായങ്ങൾ തേടേണ്ടി വരാതിരിക്കാൻ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.